ഉമാ തോമസിന് ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റി അവർ ആശുപത്രി കിടക്കുന്ന സമയത്ത് പോലും അവർക്ക് സുഖമാകട്ടെ എന്ന് പറയുന്നതിന് പകരമായിട്ട് നിനക്ക് ഇങ്ങനെ തന്നെ വേണം, അതല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് താങ്ങിയെടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യം എന്താണ്, ആംബുലൻസ് പതുക്കെ വിളിച്ചാൽ മതി, അവിടെ കുറച്ചു നേരം കിടക്കട്ടെ, ഇത്തരത്തിൽ ഏറ്റവും തരം താഴ്ന്ന നിലവാരത്തിലേക്ക് പോകുന്ന കമൻറ്റുകളാണ് മനുഷ്യനിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലപ്പുറത്തേക്ക് ഇപ്പം കുറേയധികം കാലമായിട്ടൊരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാകട്ടെ ആരാവട്ടെ മരണപ്പെടുകയോ ഇതുപോലെ ആക്സിഡൻറ്റ് സംഭവിക്കുകയോ എന്ത് തന്നെ ആയാലും, ഇപ്പം മീഡിയാസിലായാലും നമ്മൾ മീഡിയയിൽ വാർത്ത കാണുന്ന സമയത്ത് ഒരാളുടെ കത്തിക്കുത്ത് അല്ലെങ്കിൽ കൊലപാതകം, പിടിച്ചുപറി, ഇങ്ങനെയുള്ള കാര്യം, പിടിച്ചുപറിയില്ല, കത്തിക്കുത്ത്, കൊലപാതകം, പീഡനം, ഇതുപോലുള്ള മെയിൻ കാര്യങ്ങളാണ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ ആദ്യം അവൻ CPM-കാരനാണ്, അവൻ BJP-കാരനാണ്, അവൻ കോൺഗ്രസ്സുകാരനാണ്, ഇത്തരത്തിൽ പറഞ്ഞങ്ങ് ആദ്യമേ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അതായത് അവിടെ യഥാർത്ഥത്തിൽ മനുഷ്യരുടെ ഇടയിലേക്ക് പാർട്ടി, രാഷ്ട്രീയം ഇത് കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്ന മീഡിയാസിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇഞ്ചക്ട് ചെയ്തു വെച്ചിരിക്കുന്ന വിഷം ഇപ്പം എല്ലാ മനുഷ്യരിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ഇതാണ് ഉമാ തോമസിന്റെ അപകടവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് താഴെയുള്ള കമന്റുകൾ എന്ന് പറയുന്നത്. അപ്പം ഇതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ച ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ നീയൊക്കെ മനുഷ്യനാകണം, മൃഗം പോലും അല്ലാത്തവരെങ്ങനെയാണ് മനുഷ്യരാകുന്നത് എന്ന തരത്തിലാണ് അദ്ദേഹം, അത്രയും മനുഷ്യത്വപരമായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. പക്ഷെ ആ പ്രതികരണത്തിന്റെ താഴെ വീണ്ടും കമന്റ് വന്നിരിക്കുന്ന കാര്യമാണ് ഏറ്റവും എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അതായത് മാങ്കൂട്ടമായിട്ടുള്ള അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം നിനക്ക് എന്ത് യോഗ്യതയാണ്, അല്ലെങ്കിൽ ഏതർത്ഥത്തിലാണ് നീ ഇത്തരത്തിൽ പറയുന്നത്? കുഞ്ഞനന്ദൻ മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സഖാവ് കുഞ്ഞനന്ദൻ മരിക്കുന്ന സമയത്ത് അതിനെ മറ്റൊരർത്ഥത്തിലേക്ക് പറഞ്ഞ വ്യക്തിയാണ് നീ. അങ്ങനെ ഓരോരുത്തരെ കുറിച്ചുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടിക്കാരെ പറ്റി യോഗ്യത എന്താണ് എന്നുള്ള സംഭവം കുറേ നാണം കെടുത്തലുകളോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളോ മാത്രമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പം എന്തൊരു കാര്യം വന്നു കഴിഞ്ഞാലും അതിൽ രാഷ്ട്രീയം, മൊത്തം രാഷ്ട്രീയം, ആ ഒരു രാഷ്ട്രീയത്തിലൂടെ മാത്രമേ ഏതൊരു വിഷയത്തിൽ അത് നല്ലതായാലും ചീത്തയായാലും നോക്കിക്കാണാനായിട്ട് മനുഷ്യർ ശ്രമിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഏത് വിഷയം വന്നു കഴിഞ്ഞാലും അതിൽ രാഷ്ട്രീയം മാത്രം കുത്തിക്കലർത്തുന്ന, അതൊരു തരത്തിൽ മനഃപൂർവ്വമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആൾക്കാരുടെ ഇടയിലേക്ക് ആ വിഷത്തിന് കുത്തിവെക്കുകയാണ്, ഉറങ്ങിക്കിടക്കുന്ന എന്തൊക്കെയോ ചിന്തകളെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്, അതെന്ത് അനിവാര്യതയുടെ പുറത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയും കിട്ടാത്തൊരു കാര്യമാണ്. മനുഷ്യനെ മനുഷ്യനായിട്ടാണ് കാണേണ്ടത്. അതിലപ്പുറത്തേക്ക് പിന്നെ മറ്റൊരു ഈ പറയുന്ന കണക്ക് സ്വന്തം പാർട്ടിയിലുള്ളവർക്ക് ഒരു അപകടം പറ്റുന്ന സമയത്ത് അതിനെ ഒരുപാട് വ്യാകുലപ്പെടുകയും വേദനിക്കുകയും മാത്രം ചെയ്താൽ പോരാ. മറ്റൊരു പാർട്ടി, ഇവിടെ പാർട്ടികൾ ഒരുപാടുണ്ട്, മറ്റൊരു പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ മരിക്കുന്ന സമയത്തും വേദനിക്കുന്ന സമയത്തും അതേ ആറ്റിറ്റ്യൂഡ് തന്നെ ആയിരിക്കണം നമുക്കുണ്ടാവുന്നത്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെ തിരിച്ചു മറുപടി പറയാൻ പറ്റൂ എന്നുള്ളത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഈ ഒരു കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഉമാ തോമസിന്റെ പരിക്കുകളുമായിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്ന സമയത്ത് സംഘാടകർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. അത് ഒറ്റ നോട്ടത്തിൽ തന്നെ ആ ഒരു അപാകത കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതായത് VIP-കൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കലൂർ സ്റ്റേഡിയത്തിൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു എഗ്രിമെന്റ് പോലെ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ അനുവദിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഗ്രാം നടത്താൻ വേണ്ടി ഗിന്നസ് റെക്കോർഡിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള 12,000 പേരടങ്ങുന്ന അതിൽ അധ്യാപകരുണ്ട്, ഗുരുക്കന്മാരുണ്ട്. ഗുരുക്കന്മാരുടെ ഈ പറയുന്ന മൃദംഗനാഥം എന്ന് പറയുന്ന അതിന് കീഴിലുള്ള ഗുരുക്കന്മാർ, അവരുടെ ശിഷ്യർ എല്ലാവരും കൂടെ ചേർന്ന് 12,000 നർത്തകരാണ് ഇതിൽ അവിടെ പ്രകടനം നടത്തിയെന്ന് പറയുന്നത് ഗിന്നസ് ബുക്കിൽ കയറാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനുള്ള പരിപാടിക്ക് നടത്തുന്നതിനുള്ള അനുമതി തേടുന്ന സമയത്ത് അതിൻ്റെ സ്റ്റേഡിയത്തിൻ്റെ ആൾക്കാർ അവിടെ പറഞ്ഞിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ച് സ്റ്റേജ് കെട്ടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അവർ അനുമതി കൊടുത്തിട്ടില്ല. അപ്പം അതൊന്നും ചെയ്യാതെ തന്നെ സ്റ്റേജ് എങ്ങനെയാണോ അതുപോലെ ഈ പറയുന്ന ഉപയോഗിക്കുക എന്നൊരു സംഭവം മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ഇത് അതിന് മുകളിലേക്ക് വീണ്ടും മറ്റൊരു സ്റ്റേജ് വെച്ച് കെട്ടുക, അതിന് കൈവരി ഒന്നും കെട്ടാതിരിക്കുക, ബാരിക്കേഡ് ഒന്നും വെക്കാതിരിക്കുക, വെറും ഒരു റിബൺ മാത്രം 55 അടി നീളത്തിൽ അങ്ങ് തൊട്ട് ഇങ്ങ് വരെ വെക്കുക, എന്നിട്ടൊരു ഇടുങ്ങിയ സ്ഥലത്തിലേക്ക് അവരെ കയറ്റി ഇരുത്തുക. ഇത് ഈ പ്രോഗ്രാം നടത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ അവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. എന്നിട്ടും ആരും എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നത് മറ്റൊരു വിഷയമാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കയറിയവർ പോലും എന്തുകൊണ്ട് ചിന്തിച്ചില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവാത്ത കാര്യമാണ് ചോദിച്ചു. പക്ഷേ ഈ ഒരു റിബൺ സംഭവം കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു പക്ഷേ അതല്ലാതെ നല്ല കട്ടിയുള്ള എന്തെങ്കിലും ആണെന്ന് തോന്നിയോന്നും അറിയത്തില്ല. പക്ഷേ ഇത്രയും 15 അടി താഴ്ച അല്ലെങ്കിൽ 15 അടി മുകളിലേക്ക് കെട്ടിയിരിക്കുന്ന ഈ ഒരു വെച്ചുകെട്ടലായിട്ടുള്ള സ്റ്റേഡിയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജ് കെട്ടുന്ന സമയത്ത് അതിനൊരു ബാരിക്കേഡ് പോലും വെക്കാതെ ഇത്രയും ഗുരുതരമായിട്ടുള്ള പിശക് അല്ലെങ്കിൽ ഒരു അനാസ്ഥ വരുത്തി ഇവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാര്യമല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇതിലപ്പുറത്തേക്ക് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് അപാകതകൾ സത്യത്തിൽ നടന്നിട്ടുള്ളൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. അവിടെ അവതരണത്തിന് വേണ്ടി വന്നിട്ടുള്ള ഒരു നർത്തകി തന്നെ ചാനലിലൂടെയൊക്കെ
മറ്റും പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന കണക്ക് കല്യാൺ സിൽക്സിൻ്റെ അതായിട്ടുള്ളതാണ് ആ ഡ്രസ്സ്, സാരി എന്ന് പറയുന്നത്. അപ്പം അത് ഫ്രീ എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ അത് മറ്റു രീതിക്ക് നല്ല ക്വാളിറ്റിയുള്ള രീതിക്കൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിൽ ദിവ്യ ഉണ്ണിയായിരുന്നു അതിൻ്റെ കൊറിയോഗ്രാഫി. അതിൽ ഫ്രണ്ടിൽ നിന്ന് നൃത്തം അഭ്യസിച്ച് അല്ലെങ്കിൽ നടത്തിയിരുന്നതൊക്കെ അവർ തന്നെയാണ്. അവർക്ക് മാത്രമാണ് ആ ഹൈ ക്വാളിറ്റിയിലുള്ളൊരു സാരി കിട്ടിയിട്ടുള്ളത്. ബാക്കി അതിൽ വന്നിരുന്ന നർത്തകരെല്ലാവരും, അതായത് 12,000 നർത്തകരുണ്ടെങ്കിൽ അവരെല്ലാവരും തന്നെ പലതരത്തിലാണ്, റേറ്റിലാണ് പൈസ വാങ്ങിച്ചിരിക്കുന്നത്. 3,500, 5,000, അതിൽ കൂടുതൽ 8,000 ഒക്കെ മേടിച്ചിട്ടുള്ളവരുണ്ടെന്ന് പുറത്ത് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പം പല റേറ്റിലാണ് പലരെയും നിന്ന് മേടിച്ചിരിക്കുന്നത്. പക്ഷേ ഇവരുടെ താമസമോ ഇവരുടെ ഈ പറയുന്ന മേക്കപ്പോ ഇതൊന്നും, ഭക്ഷണമോ ഒന്നും ഇവർ ചെയ്തു കൊടുത്തിട്ടുള്ളതല്ല. ഈ ഒരു ഗ്രൂപ്പ് ചെയ്തു കൊടുത്തിട്ടുള്ളതൊന്നുമല്ല. അവർ സ്വന്തമായിട്ട് പൈസ ഇട്ട് വന്ന നർത്തകരെല്ലാം സ്വയമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇത്രയും രൂപ വാങ്ങുന്ന സമയത്ത് 12,000 രൂപ കണക്കുകൾ പ്രകാരം പുറത്ത് വന്നിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് 6 കോടി രൂപയോളെങ്കിലും അവർ വാരിക്കൂട്ടിയിട്ടുണ്ട് ഈ ഒരു സംഭവത്തിൽ. എന്നിട്ട് പോലും ഇത് ഇത്രയും മോശകരമായിട്ടുള്ള രീതിയിലേക്ക് നടത്തുക, അല്ലെങ്കിൽ ഇത് എന്ത് തരത്തിലുള്ള രീതിയാണ് എന്ന് മാത്രം മനസ്സിലാവാത്തൊരു കാര്യമാണ്. മനഃപൂർവ്വം വരുത്തി വെച്ചൊരു സംഭവം. ഇനി ഇത്രയും വലിയൊരു ആക്സിഡൻറ്റ് നടന്നതിന് ശേഷവും അവിടെ ആ പ്രോഗ്രാം മുന്നോട്ട് പോയി. അതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം പല രാജ്യങ്ങളിൽ നിന്ന് ഉള്ള ആൾക്കാരൊക്കെ പങ്കെടുത്തൊരു വേദിയാണതെന്ന് പറയുന്നത്, ഗിന്നസ് റെക്കോർഡ് എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഈ പറയുന്ന ഉത്സാഹത്തോടെയുള്ള ബാക്കി പരിപാടിയുടെ ആഘോഷത്തിൻ്റെ അവസാനമൊക്കെ നടത്തിയെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവരവും ഇല്ലാത്ത ആൾക്കാർ ചെയ്യുന്ന തരത്തിലേക്ക് പോയി എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. മന്ത്രി പോലും ഈ ഒരു ആക്സിഡൻറ്റ് നടന്ന സമയത്ത് പോലും അവിടെ തന്നെ ഇരിക്കുകയാണ് ചെയ്തിട്ടെന്ന് പറയുന്നത് ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട്. അപ്പം അതിൻ്റെ കുറേ വിശദീകരണമൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് കാര്യമായിട്ട് കണ്ടില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കണക്ക് പരിപാടിയല്ലേ അത് നടത്തേണ്ടതാണ്, അങ്ങനെയൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വലിയ സംഭവമാണെന്നൊന്നും ആരും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ 15 അടി താഴ്ചയിലേക്ക് വന്ന് കോൺക്രീറ്റ് സ്ലാബിലേക്ക് വന്ന് അടിച്ചതിന് മൂലം മസ്തിഷ്കത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന തലച്ചോറിലേക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ സംഭവിച്ചുകൊണ്ട് അതിനപ്പുറത്തേക്ക് വാരിയലിൽ പൊത്ത് കയറിയിട്ട് ശ്വാസകോശത്തിൽ നല്ലവണ്ണം പരിക്കുകളുണ്ട്, മുഖത്തിലെല്ലാം പരിക്കുകളുണ്ട്. ഇനി അതിൽ നിന്ന് റിക്കവറി ആവുക നമുക്കറിയാവുന്ന കാര്യമുള്ളൂ. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇത്തരത്തിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ അണുബാധ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് ഈ പറയുന്ന നമ്മുടെ ജീവനെ തന്നെ ബാധിക്കുന്നൊരു കാര്യമാണ്. അപ്പം അത്രയും ഗുരുതരാവസ്ഥയിൽ നേരിടേണ്ടി വന്ന മനഃപൂർവ്വം ചെയ്തതെന്ന് തന്നെയാണ് പറയാനുള്ളത്. അറിഞ്ഞുകൊണ്ട് വരുത്തി വെച്ചൊരു വിനാന്ന് മാത്രമേ പറയാൻ പറ്റൂ. അത് ചെയ്തിട്ട് പോലും ഇതിനെ ചെറുതായിട്ടൊന്ന് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ പറഞ്ഞ അലംഭാവം, അല്ലെങ്കിൽ വരുത്തി വെക്കുന്നത്, അനാസ്ഥകൾ എന്നൊക്കെ ശരിക്കും പറയാം. ഇത്രയും വലിയൊരു പ്രോഗ്രാം ഗിന്നസ് റെക്കോർഡിലേക്ക് നേടേണ്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോഗ്രാമൊക്കെ നടത്തുന്നത് ഇത്തരത്തിലാണോ, ഇത്ര സിമ്പിളായിട്ടാണോ ചെയ്യേണ്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് മനസ്സിലാവുന്നത്. ഇനി ഇതിനോട് തന്നെ ചേർത്ത് പറയാൻ പറ്റുന്ന മറ്റൊരു അനാസ്ഥ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ദിലീപ് കുമാർ എന്ന് പറയുന്നൊരു നടൻ, സീരിയൽ നടൻ, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. 4 ദിവസത്തെ അതിൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരുന്നു. 2 ദിവസത്തെ ഷൂട്ടിങ് കഴിയുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് 2 ദിവസത്തേക്ക് ഇല്ല. അപ്പം ഹോട്ടലിൽ, അതുമായി ബന്ധപ്പെട്ട ഹോട്ടലിൽ അദ്ദേഹം തങ്ങാൻ പോയി. ഇതുവരെ ഓക്കെയാണ്. പക്ഷെ അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ ഒന്നും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെയും ഗുരുതര അനാസ്ഥ തന്നെയാണ്. അതായത് ഈ ആൾക്കാരൊക്കെ പൈസകൾ വാങ്ങിക്കുന്ന അപ്പുറത്തേക്ക് എന്ത് തരത്തിലുള്ള ബാക്കി നമുക്ക് എന്ത് സേഫ്റ്റിയാണ് തരുന്നതെന്നുള്ളതാണ്. അതായത് നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മളൊരു ഹോട്ടലിൽ താമസത്തിന് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ റൂം ക്ലീനിങ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എനിക്കൊക്കെ അറിയാവുന്ന രീതിക്കാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കണക്ക് നമ്മൾ ചെല്ലുന്നതിന് മുന്നായിട്ട് ആ റൂം ഒരാൾ വെക്കേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് ക്ലീനിങ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവും നമ്മൾ പുതുതായിട്ട് ചെല്ലുന്നവർക്ക് വേണ്ടിയിട്ട്. അത് ട്രെയിനിലായ പോലെ നമ്മൾ കാണുന്നതാണത് എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുശേഷം ഫുഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വരും. പോട്ടെ, ഫുഡ് അവിടെ പോയി കഴിക്കുന്ന വ്യക്തിയാണെന്നൊന്ന് അവർ പറഞ്ഞിരിക്കുന്ന ഹോട്ടലുകാർ, അതുകൊണ്ടാണ് അന്വേഷിക്കാത്തത്. പക്ഷേ ബാക്കി ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ലേ, വേസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, ക്ലീനിങ് അങ്ങനത്തുള്ള കാര്യങ്ങൾ ഒരു ഹോട്ടലിൽ 2 ദിവസവും നോക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും മോശകരമായിട്ടുള്ള പരിപാടി തന്നെയാണ്. അതൊരു അവസ്ഥയാണ്. അങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത്. ഒരു ഹോട്ടലിൽ ആ രീതിയല്ലല്ലോ ചെയ്യേണ്ടത്. അപ്പം 2 ദിവസത്തിന് ശേഷം കാണാതാവുന്ന സമയത്ത് സീരിയലുമായി ബന്ധപ്പെട്ട ആൾക്കാരെ പ്രൊഡക്ഷൻ ടീം വിളിക്കുന്ന സമയത്ത് അവിടെ പോയി നോക്കുമ്പോഴത്തേക്ക് ദുർഗന്ധം വമിക്കുന്നു, അദ്ദേഹത്തിനെ കണ്ടെത്തുന്നു. ഇപ്പോഴത്തെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തലയിടിച്ച് വീണു, തലയിൽ പൊട്ടലുണ്ടെന്നുള്ള രീതിക്കാണ്. മദ്യപിക്കുന്ന വ്യക്തിയാണ്, കരളിന് രോഗമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. എന്തോ ആയിക്കോട്ടെ, മദ്യപിക്കുന്ന വ്യക്തിയോ കരൾ രോഗമുള്ളതോ ഏത് തരത്തിലാവട്ടെ, പക്ഷേ ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് പണം കൊടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തി ആ റൂം അറ്റ്ലീസ്റ്റ് അവിടുത്തെ ഈ പറയുന്ന റൂം ബോയ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്, ജോലിക്കാരുണ്ട്, അവർ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക, വൃത്തിയൊക്കെ. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പോലും നമ്മൾ അത്രയും സേഫ്റ്റിയോടെ അവരും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാലും നമ്മൾ താമസിക്കുന്ന സമയത്ത് നമ്മളതിന് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും നമ്മുടെ സേഫ്റ്റി തരുന്നുണ്ട്. അപ്പോൾ ഈ ഹോട്ടലിൽ എന്തുകൊണ്ട് 2 ദിവസം വരെ ക്ലീനിങ് ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് അന്വേഷിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ അനാസ്ഥകൾ തന്നെയാണ്. ഗുരുതരമായിട്ടുള്ള ഒരു ജീവൻ പോകുന്ന തരത്തിലേക്കുള്ള അനാസ്ഥ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ അപ്പുറത്തേക്ക് ഇന്ന് മറ്റൊരു വാർത്ത നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് ഏറ്റവും കോഴിക്കോട് ജില്ലയിലാണെന്നാണ് എൻ്റെ വിശ്വാസം.
രണ്ട് ആംബുലൻസിൽ രണ്ടെണ്ണമാണെന്ന് തോന്നുന്നു, ആംബുലൻസിൽ പോയിക്കൊണ്ട് 2 ജീവനുകളാണ് ഈ പറയുന്ന റോഡിൽ കുരുക്കിൽപ്പെട്ടിട്ട് മരണപ്പെട്ടു പോയത്. 20 മിനിറ്റോളം ഈ പറയുന്ന കുരുക്കിൽ കിടക്കേണ്ടി വന്നതിൻ്റെ പേരിൽ. അപ്പം സിഗ്നൽ സംവിധാനങ്ങളോ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരോ ട്രാഫിക് പോലീസോ ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ 2 ജീവനുകൾ പൊലിഞ്ഞിട്ടുള്ള ഒരു വാർത്തയും വന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആംബുലൻസ് ഡ്രൈവറോട് മാധ്യമങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇതുമായിട്ട് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടോ അധികൃതരെ എന്ന് ചോദിക്കുന്ന സമയത്ത് അധികൃതരെ അറിയിച്ച കാര്യമാണ്. പക്ഷേ എന്നിട്ടും ഇതുവരെയും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കാരണം ആംബുലൻസ് ഡ്രൈവറാണ്, പിന്നെയും പോകുന്നതാണ്. പിന്നെയും അവിടെ സിഗ്നലോ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, ആ റൂട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ടുള്ള ട്രാഫിക് ഉണ്ടെന്നുള്ള ഒരു തരത്തിലുള്ള ബോർഡോ ഒന്നും തന്നെ, അല്ലെങ്കിൽ അത് നിയന്ത്രിക്കാൻ ഒരു വ്യക്തിയോ അവിടെ നിർത്തിയിട്ടില്ല എന്നാണ് ഒരു വിവരം പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും മനുഷ്യരുടെ ജീവൻ പൊലിഞ്ഞു കഴിഞ്ഞാലും ഇവിടെ എന്ത് സേഫ്റ്റിയാണ് കിട്ടുന്നത്, ഇവിടെ എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയാണ്.